5 പ്ലേയേഴ്സിനെ കുറിച്ച് പറയാം. ആ 5 പ്ലേയേഴ്സുമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കണക്ട് ചെയ്ത് കുറെ വാർത്തകളും വന്നിട്ടുണ്ട്, കുറെ റൂമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ 5 പ്ലേയേഴ്സിൽ ആരെങ്കിലും 2-3 പേരെ സൈൻ ചെയ്താൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കുറേയേറെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു 5 പ്ലേയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ ഒന്ന് ഉപയോഗിച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോ ഈ goal.com ഒരു ജേർണലിസ്റ്റ് ഉണ്ട്, ജെയിംസ് വെസ്റ്റ്വുഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കുറെ ഇതുപോലത്തെ ആർട്ടിക്കിളുകൾ പബ്ലിഷ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ പറയുന്ന 5 താരങ്ങൾ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിലുള്ള ആളാണ്. അതായത് ഞാൻ ആ ആർട്ടിക്കിൾ വായിച്ച സമയത്ത് എനിക്ക് ഇതൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസും അറിയേണ്ട ടൈപ്പ് ഒരു സാധനമാണ് എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിലെ തുടക്ക ഭാഗത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൾ കാരിക്കിനെ കുറിച്ചാണ്. അതായത് ആദ്യമേ ഞാനൊരു കാര്യം പറയാം, അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ മാത്രം അതുപോലെ എടുത്ത് വീഡിയോ ചെയ്യുകയല്ല ഞാൻ ചെയ്യുന്നത്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കും കേട്ടോ. അപ്പൊ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് മൈക്കിൾ കാരിക്കിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. മൈക്കിൾ കാരിക്ക് കഴിഞ്ഞ സീസണിൽ വന്നതിന് ശേഷം യുണൈറ്റഡിൽ വന്നിട്ടുള്ള മാറ്റം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് ഒരു ഡിസംബർ സമയത്ത് ഏതെങ്കിലും ഒരു യുണൈറ്റഡ് ഫാൻ്റെ അടുത്ത് പോയിട്ട് യുണൈറ്റഡ് അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ കാണും, അവര് ആ ഒരു പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കും. യുണൈറ്റഡ് ഫാൻസിനെ ചിരിക്കും. കാരണം ഞാൻ പോലും വിശ്വസിച്ചിരുന്നില്ല ആ ലെവലിൽ ഒരു പെർഫോമൻസ് ആയിരുന്നു യുണൈറ്റഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം ഒരു യുണൈറ്റഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിന്റെ സെക്കൻഡ് ഹാഫിൽ വളരെ ബ്രില്യൻ പെർഫോമൻസ് നടത്തിയ ഒരു യുണൈറ്റഡ്. അതിന് കാരണം നിലവിലെ യുണൈറ്റഡിന്റെ കോച്ചായിട്ടുള്ള മൈക്കിൾ കാരിക്കാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് 2028 വരെ യുണൈറ്റഡിന്റെ കോച്ചായിട്ടുള്ള ഒരു നിയമനം നൽകിയിട്ടുള്ളത്. നമ്മൾ നോക്കുന്ന സമയത്ത് 17 മത്സരങ്ങൾ കോച്ച് ചെയ്തു. ആ 17 മത്സരത്തിൽ 12 വിജയവും 3 സമനിലയും 2-2 തോൽവിയും. 70.6 അദ്ദേഹത്തിന്റെ ഒരു വിന്നിംഗ് പെർസെന്റേജ് ആയിട്ട് പറയപ്പെടുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൾ കാരിക്ക് കോച്ചായതിനു ശേഷം യുണൈറ്റഡ് 39 പോയിന്റ് ആയിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. അതായത് മൈക്കിൾ കാരിക്ക് കോച്ചായതിനു ശേഷം വേറെ ഒരു കോച്ചിനും ഇത്രയും പോയിന്റ് പ്രീമിയർ ലീഗിൽ നിന്ന് മാത്രം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു സംഭവം. അപ്പൊ അത്രയും മികച്ചൊരു പെർഫോമൻസ് നടത്തി പ്രീമിയർ ലീഗിൽ ടോപ്പ് 3 ഫിനിഷ് ചെയ്തു, ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ലഭിച്ചു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ ഇത്രയും മികച്ചൊരു പെർഫോമൻസ് നടത്തിയപ്പോ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസൺ, അതായത് ഇപ്പൊ വരുന്ന സീസൺ ചാമ്പ്യൻസ് ലീഗ് കൂടെ കളിക്കണം. അപ്പൊ കഴിഞ്ഞ സീസണിൽ ആ ഒരു സ്ക്വാഡ് വെച്ചിട്ട് ചാമ്പ്യൻസ് ലീഗ് കൂടെ കളിച്ചു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗും പോക്കാണ്, പ്രീമിയർ ലീഗും പോക്കാണ്. കാരണം സ്ക്വാഡിന് ഡെപ്ത് ഇല്ല. എഞ്ചുറീസ് 2-3 എഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ തന്നെ തീരുമാനമാകും. അതുപോലത്തെ ഒരു സ്ക്വാഡാണ്, ഡെപ്ത് ഇല്ലാത്തൊരു സ്ക്വാഡാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലെ ഒരു ടോട്ടൻഹാം 17-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടോട്ടൻഹാമിന് ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനേക്കാൾ മികച്ച സ്ക്വാഡുണ്ട്. അതുപോലെ തന്നെ ചെൽസി 9-ാം സ്ഥാനത്ത് എന്താണ് ഫിനിഷ് ചെയ്തത്, അവർക്ക് സ്റ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനേക്കാൾ മികച്ച സ്ക്വാഡുണ്ട്. അതുപോലെ തന്നെ ലിവർപൂളിന്റെ സ്ക്വാഡൊക്കെ വേറെ ലെവൽ സ്ക്വാഡാണ്, അവരും സ്റ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താഴെയാണ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ ഇത്രയും ഡെപ്ത് കുറഞ്ഞൊരു സ്ക്വാഡ് വെച്ചിട്ട് മൈക്കിൾ കാരിക്കും 3-ാം സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട് സ്റ്റിൽ. അതായത് അദ്ദേഹത്തിന്റെ ഈ 17 മത്സരം ഞാൻ കണ്ടിരുന്നു. അതിൽ ചില മത്സരങ്ങൾ എസ്പെഷ്യലി ഈ ലോ ബ്ലോക്ക് മിഡ് ബ്ലോക്ക് വെച്ചിട്ട് കളിച്ചിട്ടുള്ള ചില മാച്ചസ് ഉണ്ട്. ആ മാച്ചിലൊക്കെ ഉള്ള പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉറക്കം വരും. അതിൽ ചില മാച്ചൊക്കെ അവർ ജയിച്ചു, ചിലതൊക്കെ സമനിലയായിരുന്നു. തോറ്റ മാച്ചസ് എസ്പെഷ്യലി ആ മാച്ചിലൊക്കെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശോകം പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഒരു അറ്റാക്കിംഗ് ടീമിനെതിരെ ഉള്ള ഒരു ഗെയിം എന്ന് പറയുന്നത് വേറെ ലെവൽ ഗെയിമാണ്. അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമിനെതിരെയൊക്കെ വളരെ മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുമുണ്ട്. പക്ഷെ സ്റ്റിൽ ലോ ബ്ലോക്ക് മിഡ് ബ്ലോക്ക് കേന്ദ്രീകരിച്ച് കളിച്ച ടീമിനെതിരെയൊക്കെ വളരെ മോശം പെർഫോമൻസ് നടത്തിയിട്ടുമുണ്ട്. അത് ഞാൻ ഉൾക്കൊള്ളുന്നു. എന്നാൽ ഈ ഒരു സ്ക്വാഡ് വെച്ചിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പെർഫോമൻസ് അത് നമ്മൾ പ്രശംസിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. അതിലൊരു സംശയവും എനിക്കില്ല, നിങ്ങൾക്കും കാണത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ പറഞ്ഞ കേട്ടോ. അപ്പോ പുതിയ സീസൺ കൂടുതൽ മത്സരങ്ങൾ, ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ കൂടുതൽ മത്സരങ്ങൾ വരുമ്പോൾ സ്ക്വാഡ് ഡെപ്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 220 മില്യൺ പൗണ്ട് ആണോ യൂറോ ആണോ എന്ന് ഞാൻ ഓർക്കുന്നത് കേട്ടോ. 180 മില്യൺ ടു 220 മില്യൺ പൗണ്ട് ആണോ യൂറോ ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പോ
അത്രയും എമൗണ്ട് സോളിഡ് ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ഈസി ആയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ട്രാൻസ്ഫർ വിൻഡോയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നതാണ്. അപ്പൊ ആ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് ടീമിന്റെ സ്ക്വാഡ് ഡെപ്ത് കൂട്ടും എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ സ്റ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 85 മില്യൺ പൗണ്ട് ആണ് ഇതുവരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. 3 പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 35 വയസ്സുള്ള ഒരു കീപ്പറിനെ കൊണ്ടുവന്നു. പിന്നെ ആന്ത്രേ സാന്തോസ്, അതുപോലെ തന്നെ മറ്റേ യൂറി ടീലമെൻസ്, ബെൽജിയത്തിന്റെ ക്യാപ്റ്റൻ. അപ്പൊ ഇതുപോലത്തെ ഇത്രയും നല്ല സൈനിങ്സ് ഇവർ ചെയ്തിട്ടുണ്ട്. നല്ല സൈനിങ്സ് ആണ് ഇത്, ഒരു സംശയമില്ല. 35 വയസ്സുള്ള കീപ്പർ എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാക്കപ്പ് കീപ്പർ എപ്പോഴും ഒരു ഉപയോഗപ്രദമായിട്ടുള്ള സംഭവമാണ്. കാരണം ഒരു 80-85 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഒരു ഇഞ്ചുറിയോ എന്തെങ്കിലും കീപ്പറിന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാം. ഒരു ബാക്കപ്പ് കീപ്പർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കീപ്പർ ആണെങ്കിൽ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ ഉപയോഗപ്പെടും. അതായത് 21 വയസ്സുള്ള ഒരു പ്ലെയർ നാളെ കളിക്കാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് കളിക്കുന്നതും, അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ 85 മിനിറ്റ് ഒക്കെ ആകുന്ന സമയത്ത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതിന് വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കീപ്പറിനായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തത് വളരെ നല്ല തീരുമാനമാണ്. അതുപോലെ തന്നെ യങ് ആയിട്ടുള്ള ഒരു കീപ്പറിനെ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യങ് ആയിട്ട് വേറൊരു പ്ലെയറിനെയും സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. 85 മില്യൺ യൂറോസിന് 3 സൈനിങ്സ്. ഒരെണ്ണം കീപ്പർ ഇപ്പൊ ഫ്രീ ഏജന്റ് ആണ്, ഫ്രീ സൈനിങ് ആണ്. പിന്നെ ആന്ത്രേ സിൽവയും യൂറി ടീലമെൻസും രണ്ടുപേരും അത്യാവശ്യം നല്ല സൈനിങ് ആണ്. ആന്ത്രേ സിൽവ ഈ ഒരു അത്യാവശ്യം, ആന്ത്രേ സാന്തോസ് അത്യാവശ്യം ഒരു യങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്, വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ്. അതുപോലെ തന്നെ യൂറി ടീലമെൻസ് അറിയാലോ, ക്യാപ്റ്റൻ ആണ്, ബെൽജിയത്തിന്റെ ക്യാപ്റ്റൻ, എക്സ്പീരിയൻസും ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, രണ്ടും നല്ല സൈനിങ്സ് നടത്തി. എന്നാൽ സ്റ്റിൽ ടീമിൽ കുറെ പൊസിഷനിൽ പ്രശ്നം ഉണ്ട്. സെന്റർ ഫോർവേഡ് ഒരാളെ കിട്ടിയേക്കൊള്ളാം, വിങ്ങർ ആയിട്ട് ഒരാളെ കിട്ടിയേക്കൊള്ളാം, അതുപോലെ തന്നെ വിങ് ബാക്ക് ആയിട്ട് ലെഫ്റ്റ് ബാക്കിലും റൈറ്റ് ബാക്കിലും ഓരോരുത്തരെ വെച്ച് കിട്ടിയ അത്രയും നല്ലതാണ്. അതുപോലെ തന്നെ സെന്റർ ബാക്ക് പൊസിഷൻ അവിടെ കുറെ പേരുണ്ട്. പക്ഷെ എല്ലാവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഞ്ചുറിയാണ്. അതായത് ഫുൾ സീസൺ കുഴപ്പമില്ലാതെ കളിക്കും എന്നൊരു വിശ്വാസമുള്ള ഒരു സെന്റർ ബാക്ക് ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം സ്ഥിരം ഇഞ്ചുറീസ് വരുന്ന സെന്റർ ബാക്സ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പൊസിഷനൊക്കെ കവർ ചെയ്യുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പൊ നിൽക്കുന്ന ഒരു പരിപാടി. അതുപോലെ തന്നെ മിനിമം ഒരു 3 മിഡ്ഫീൽഡേഴ്സിനെ സൈൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ടീമിനുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ കുറെ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ട്രാൻസ്ഫർ വിൻഡോ പകുതി കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ യുണൈറ്റഡിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആണ്, ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് പല ട്രാൻസ്ഫേഴ്സിനെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റോട്ടറിയുടെ ട്രാൻസ്ഫറെ കുറിച്ചൊക്കെ നോക്കുവാണ്. ചോമനി അവൈലബിൾ ആകുമോ, കമവിംഗ അവൈലബിൾ ആകുമോ എന്നതിനൊക്കെ കുറിച്ച് അവരിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ടൈമിലായിരിക്കും സൈനിങ്സ് വരാൻ സാധ്യതയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പകരം ലേസി ആയിട്ടുള്ള അപ്രോച്ചാണ്, അതിലൊരു സംശയമില്ല. അപ്പോൾ ഇനി ഈ ഒരു ആർട്ടിക്കിളിൽ അവർ പറഞ്ഞിട്ടുള്ള 5 പ്ലേയേഴ്സിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യത്തെ പ്ലെയർ മൈൽസ് ലൂയിസ് സ്കെല്ലി ആണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്ലെയർ ആണ്, 19 വയസ്സുകാരനാണ്. കളിക്കുന്നത് ആഴ്സണലിന് വേണ്ടിയാണ്. ആഴ്സണലിന് വേണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആൾ നടത്തിയിട്ടുമുണ്ട്. ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു ജേർണലിസ്റ്റ് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്, സെന്റർ മിഡ് പൊസിഷനിൽ കളിക്കാൻ പറ്റും. ഒരു ഇംഗ്ലീഷ് താരമാണ്, ഫ്യൂച്ചർ ആണ്, ഇംഗ്ലണ്ട് ടീമിലൊക്കെ ഇനി സ്ഥിരം ചിലപ്പോൾ കളിച്ചേക്കാം. അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു പ്ലെയർ ആണ്. എന്നാൽ ആഴ്സണൽ ഈ പ്ലെയറിന് വിട്ടുകൊടുക്കുമോ എന്നതൊക്കെ കണ്ടറിയണം. 19 വയസ്സേ ഉള്ളൂ. ആഴ്സണൽ കീപ്പ് ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പക്ഷെ സ്റ്റിൽ വലിയ കാലിബർ ഉള്ള ഒരു പ്ലെയർ ആണ്. അപ്പൊ ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കുറെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം, അല്ലെ? വെർസാലിറ്റി ഉള്ള പ്ലെയർ ആയതുകൊണ്ട് തന്നെ പല മൾട്ടിപ്പിൾ പൊസിഷൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ടീമിലെ കുറെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഈ ഒരു പ്ലെയറിനെ കൊണ്ട് പറ്റും. ഈസിലി പറ്റും. അപ്പോ ലെഫ്റ്റ് ബാക്കിലെ പ്രശ്നവും അതുപോലെ തന്നെ ഡിഫൻസ് മിഡ്, സെന്റർ മിഡ്, ആ പൊസിഷനിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റിൽ യങ്സ്റ്റർ ആണ്, 19 വയസ്സ് മാത്രമേ ഉള്ളൂ, യങ്സ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഫുള്ള് അങ്ങ് കളിപ്പിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ആഴ്സണൽ കൊടുക്കുമോ എന്നതൊക്കെ കണ്ടറിയണം. അതാണ് ഒന്നാമത്തെ പ്ലെയർ. പിന്നെ രണ്ടാമത്തെ പ്ലെയർ ലൂയിസ് ഹാളിനെ കുറിച്ച് നമ്മള് 2 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിട്ട വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ദിവസം മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 21 വയസ്സുള്ള കിടിലൻ പ്ലെയർ ആണ്. ന്യൂകാസ്റ്റൽ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്നു. ഇംഗ്ലണ്ട് പ്ലെയർ ആണ്, ഇംഗ്ലീഷ് ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ബാക്ക് ആണ്. എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയറിന് വേണ്ടി യുണൈറ്റഡ് ഇപ്പോൾ കറന്റ് നന്നായിട്ട് ഇൻട്രസ്റ്റീവ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 60 മില്യൺ പൗണ്ട് വരെ യുണൈറ്റഡ് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു എമൗണ്ടിന് വളരെ മികച്ച സോളിഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഇനി മൂന്നാമത്തെ പ്ലെയർ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ കാർലോസ് ലുക്കേബ ആണ് മൂന്നാമത്തെ പ്ലെയർ. ഒരു ഫ്രഞ്ച് പ്ലെയർ ആണ്, 23 വയസ്സുള്ള
ലുക്കേബ RB ലൈപ്സിഗിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സെന്റർ ബാക്ക് ആണ് ലുക്കേബ. സെന്റർ ബാക്ക് നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഓൾറെഡി, സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് സ്ഥിരം ഇഞ്ചുറിയാണ്, സ്ഥിരം. അതിൽ എല്ലാവരും അവൈലബിൾ ആയിട്ട് എപ്പോഴാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞൂടാ. ഒരാൾ പോകുമ്പോൾ ഒരാൾ വരും, ഒരാൾ പോകുമ്പോൾ വേറൊരാൾ വരും, അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സെന്റർ ബാക്ക് പൊസിഷനിൽ. അവിടെ നമുക്ക് ഒരു പ്ലെയറെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സ്ക്വാഡ് ഡെപ്ത് കുറച്ചുകൂടെ കൂടുമല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്ലെയർ വളരെ സോളിഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്. 23 വയസ്സാണ് കാർലോസ് ലുക്കേബയ്ക്കുള്ളത്. കിടിലൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫ്രഞ്ച് താരമാണ്. സെന്റർ ബാക്ക് ആ ഒരു ഡിഫൻസീവ് പൊസിഷനിൽ ആ ഒരു ലെഫ്റ്റ് ഫുട്ടഡ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു പൊസിഷനിൽ ആൾക്ക് അത്യാവശ്യം നന്നായിട്ട് നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള പെർഫോമൻസ് നടത്താൻ പറ്റും. അതാണ് ഈ ഒരു ജേർണലിസ്റ്റിന്റെ മൂന്നാമത്തെ പ്ലെയർ. നാലാമത്തെ പ്ലെയർ ആരാണെന്ന് നോക്കുമ്പോൾ മത്തിയാസ് ഫെർണാണ്ടസ് പാർഡോയാണ്. അപ്പോ ഈ മത്തിയാസ് ഫെർണാണ്ടസ് പാർഡോയെ കുറിച്ച് പറയുമ്പോൾ, മത്തിയാസ് ഫെർണാണ്ടസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്തിയാസ് ഫെർണാണ്ടസിനെ കുറിച്ച് ഞാൻ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങുന്നതിന് മുമ്പ് മുതലേ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും. കിടിലൻ ഒരു മത്തിയാസ് ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു. ഇപ്പോ ടോട്ടൻഹാമിലേക്ക് പോയി 85 മില്യൺ യൂറോസ് കൊടുത്തു കഴിഞ്ഞാൽ എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ഒരു ഫ്യൂച്ചർ പ്ലെയർ ആയിരുന്നു. പോർച്ചുഗീസ് പ്ലെയർ, ഡിഫൻസീവ് മിഡ്, സെന്റർ മിഡ് പൊസിഷനിൽ വളരെ സോളിഡ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്താൻ കെൽപ്പുള്ള ഒരു പ്ലെയർ ആയിരുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പ് സ്ക്വാഡിൽ എന്തുകൊണ്ട് പോർച്ചുഗൽ എടുത്തില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു മത്തിയാസ് ഫെർണാണ്ടസ്. പക്ഷെ സ്റ്റിൽ ആളെ ടോട്ടൻഹാം റാഞ്ച് കൊണ്ടുപോയി. ആൾക്ക് വേണ്ടി വലിയ ശ്രമങ്ങളൊന്നും യുണൈറ്റഡ് നടത്തി പോലുമില്ല. എനിക്ക് പങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആണ് ആ ഒരു കാര്യത്തില്. അപ്പൊ ഈ ഒരു മത്തിയാസ് ഫെർണാണ്ടസ് പാർഡോ കൂടെ ചേർത്താൽ മതി. ഇത് ബെൽജിയംകാരനാണ്. അത് പോർച്ചുഗലിലായിരുന്നെങ്കിൽ ഇത് ബെൽജിയം ആണ്. ലില്ലി എന്ന് പറയുന്ന ഈ ഒരു ഫ്രഞ്ച് ലീഗ് 1 ക്ലബിലാണ് കളിക്കുന്നത്. ആളുടെ പൊസിഷൻ എന്ന് പറയുന്നത് സെന്റർ ഫോർവേഡ് ആണ്. സെന്റർ ഫോർവേഡ് 21 വയസ്സുള്ള ഒരു പ്ലെയർ ആണ്. അപ്പോൾ ഈ ഒരു പ്ലെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സോളിഡ് ആയിട്ട് സെന്റർ ഫോർവേഡ് പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന വലിയ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. ബെൽജിയം പ്ലെയർ ആണ്. ബെൽജിയത്തിന്റെ അടുത്ത ജനറേഷനിൽ വരുന്ന ഒരു പ്ലെയർ കൂടിയാണ് ഈ ഒരു പ്ലെയർ. അറിയാലോ, ലുക്കാക്കുവിനൊക്കെ ശേഷം ആ ലെവലിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആണ്. വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ്. കൊണ്ടുവന്നു കഴിഞ്ഞാൽ അറിയാലോ, ബെഞ്ചമിൻ സെസ്കോയ്ക്ക് ഒരു അടുത്തൊരു ആളായിട്ട് വെച്ചേക്കാം. ഈസിലി ആൾക്ക് കളിപ്പിക്കാൻ പറ്റും. 21 വയസ്സായതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ വളരെ സോളിഡ് ആണ് എന്നതാണ്. ഈ ഒരു പ്ലെയറിനെ ചുറ്റിപ്പറ്റി വലിയ രീതിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള വാർത്തകളുണ്ട്. ഈ ഒരു ഇപ്പൊ ലിസ്റ്റിൽ പറഞ്ഞ ഈ ഒരു 4 പ്ലേയേഴ്സിനെ ചുറ്റിപ്പറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് വളരെ സോളിഡ് ആയിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിൽ ലൂയിസ് ഹാളാണ് കുറച്ചുകൂടി സോളിഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. ലൂയിസ് ഹാളിനും ഇഷ്ടമുണ്ട് എന്നത്. ഇനി 5ാമത്തെ പ്ലെയർ ഒലി വാക്കിൻസ് ആണ്. എനിക്ക് തോന്നുന്നു യുണൈറ്റഡിലെ കുറെ ഫാൻസിന് ഈ ഒരു പ്ലെയറെ ടീമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ടീമിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം എന്ന അഭിപ്രായമുള്ളവരാണ് യുണൈറ്റഡിലെ കുറെ ഫാൻസ്. ഇത് ആസ്റ്റൺ വില്ല എന്ന് പറയുന്ന ടീമിന് വേണ്ടിയാണ് ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്ലെയർ ആണ്. ഇംഗ്ലണ്ടിന് വേണ്ടിയൊക്കെ കളിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. സെന്റർ ഫോർവേഡ് പൊസിഷനിൽ വളരെ സോളിഡ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്താൻ പറ്റും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തന്നെ കളിക്കുന്നുണ്ട്. പ്രീമിയർ ലീഗിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. 30 വയസ്സുണ്ട്. എല്ലാം കൊണ്ടും ഒരു നല്ല ഓപ്ഷൻ ആണ് ഈ ഒരു ഒലിവ് വാക്കിൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ. പക്ഷെ കിട്ടുമോ എന്നതൊക്കെ കണ്ടറിയണം. അപ്പൊ ഇതാണ് ഈ ഒരു ജേർണലിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആർട്ടിക്കിള്. ജെയിംസ് വെസ്റ്റ്വുഡിന്റെ ഈ ഒരു ആർട്ടിക്കിള് ഞാൻ എത്തിക്കാനുള്ള കാരണമൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ആളുടെ ഈ ഒരു ആർട്ടിക്കിളിൽ ആള് പറയുന്ന ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2-3 പ്ലേയേഴ്സിനെ, ഈ ഒരു ലിസ്റ്റിൽ പറയുന്ന 2-3 പ്ലേയേഴ്സിനെ സൈൻ ചെയ്താൽ തന്നെ യുണൈറ്റഡിന്റെ പ്രശ്നങ്ങൾ ഏറെക്കുറെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? കാരണം ഈ ലിസ്റ്റിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വിങ് ബാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിഫൻസീവ് മിഡ്, സെന്റർ മിഡ് ആ പൊസിഷനിൽ കളിക്കുന്ന പ്ലെയറിനെ കുറിച്ച് പറയുന്നുണ്ട്. സെന്റർ ഫോർവേഡിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് ബാക്കപ്പ് സെന്റർ ഫോർവേഡ്, ബാക്കപ്പ് സെന്റർ ബാക്ക്, അതുപോലെ തന്നെ വിങ് ബാക്ക്, ബാക്കപ്പ്, അതുപോലെ തന്നെ മിഡ്ഫീൽഡ് ഓപ്ഷൻസിനെ കുറിച്ചും ഉണ്ട്. അപ്പൊ ഇതിൽ ഇവര് 2-3 സൈനിങ്സ് നടത്തി കഴിഞ്ഞാൽ അത്യാവശ്യം വളരെ മികച്ചൊരു സ്ക്വാഡുമായിട്ട് തന്നെ അടുത്ത സീസണിലേക്ക് പോകാൻ പറ്റും. ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ പ്രോപ്പർ ആയിട്ട് ഇവർ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു കറന്റ് സ്ക്വാഡിന്റെ ഡെപ്ത് വെച്ചിട്ട്, അതായത് ഇനിയൊരു കുറഞ്ഞതൊരു 3 പ്ലേയേഴ്സിനെ കൂടെ ആഡ് ചെയ്യണം. അല്ലാത്ത പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്ത സീസൺ ഒരു ട്രോഫിലെസ് സീസൺ. അതായത് ട്രോഫി വേണം എന്നതാണല്ലോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ട്രോഫി കിട്ടുക, അതാണ് മെയിൻ. അല്ലാതെ ചുമ്മാ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, യുണൈറ്റഡ് മാനേജ്മെന്റ് ജസ്റ്റ് സർവൈവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നോക്കുന്നത്, അല്ലാതെ ട്രോഫി അടിക്കാനൊന്നും നോക്കുന്നില്ല. ശരിയാണ്, 100% ശരിയാണ്. പക്ഷെ ട്രോഫി അടിക്കണമെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇവർ ചെയ്യണം. അല്ലാത്ത പക്ഷം ട്രോഫി അടിക്കാനുള്ള ചാൻസ് കുറവാണ്. കാരണം എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ, നമ്പർ ഓഫ് മാച്ചസ് കൂടുമ്പോൾ കഴിഞ്ഞ സീസണിൽ ആ ഒരു പെർഫോമൻസ് നടത്താൻ പറ്റിയെന്ന് വരത്തില്ല. കഴിഞ്ഞ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ
ഈ ഒരു മൈക്കൽ ക്യാരിക്ക് വന്നതിന് ശേഷമുള്ള മത്സരങ്ങളുടെ എണ്ണം പ്രീമിയർ ലീഗ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം തീരുമാനമായി കഴിഞ്ഞാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. പ്രീമിയർ ലീഗ് മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, പ്രീമിയർ ലീഗ് ഒരു ഒറ്റ കോമ്പറ്റീഷൻ ഫോക്കസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു സംഭവം കിട്ടും. അതായത് ഗെയിം ടൈം കുറയും, അതായത് ഗെയിമിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടുതലായിരിക്കും. ഒരു വീക്കിൽ ഒരു മാച്ചൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, പ്ലേയേഴ്സിന്റെ ഇഞ്ചുറി വരാതെ നോക്കാം, ഇങ്ങനെയൊക്കെ കാണും. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UCL മറ്റേ കുറെ കപ്പുകൾ അത് ഇതെല്ലാം കൂടെ വരുമ്പോൾ എല്ലാം കൊണ്ട് നല്ല രീതിയിൽ ഷെഡ്യൂൾ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവും. ഒരു വീക്കിൽ തന്നെ 2 മാച്ചൊക്കെ വരും, 2 മാച്ച് 3 മാച്ച് വരെ വരും ചിലപ്പോൾ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇഞ്ചുറീസിന്റെ എണ്ണം കൂടാം. ഇഞ്ചുറീസിന്റെ എണ്ണം കൂടുമ്പോൾ പെർഫോമൻസ് താഴെ പോകാം. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു ഡെപ്ത് വേണം എന്ന് പറയുന്നത്. ഡെപ്ത് ഇല്ലാത്ത കുറെ ടീമുകളുണ്ട്, അത് അവര് അനുഭവിക്കുന്നുമുണ്ട്. അപ്പോ ഡെപ്ത് കൂട്ടുക എന്നതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതിലുള്ള ഈ ലിസ്റ്റിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും സൈൻ ചെയ്താൽ കൊള്ളാം എന്നതാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ പറയുക. പിന്നെ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ സ്ഥിരം വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോ അത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ് സ്റ്റാർ.